സിയാങ് യാങ് ഹോങ് 3 നമ്മുടെ രാജ്യത്ത് നിലവിൽ സുരക്ഷാ സംബന്ധമായ ആശങ്കകൾക്ക് കാരണമായിരിക്കുന്ന ചൈനയുടെ കപ്പലിന്റെ പേരാണിത്. ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്നതിനിടെ ഈ ചൈനീസ് ഗവേഷണ കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ മാലദ്വീപിലേക്ക് പോവുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് ഗവേഷകനായ ഡാമിയൻ സൈമൺ ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2019 2020 ഓഷൻ സർവേകൾ നടത്തിയിട്ടുള്ള സിയാങ് യാങ് ഹോങ് 3 എന്ന ഈ കപ്പൽ ജനുവരി 30 മാലദ്വീപിലെ മാലയിൽ എത്തിച്ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ കപ്പലിന്റെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പാച്ചിൽ ഇന്ത്യയിൽ സുരക്ഷാ സംബന്ധമായ ആശങ്കകൾ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചോ? അല്ലെങ്കിൽ ചൈനയുടെ ഇത്തരം കപ്പലുകൾ ഇന്ത്യക്ക് സുരക്ഷാ സംബന്ധമായ ആശങ്കകൾ ഉണ്ടാക്കിയതിന് പിന്നാലെ 1 വർഷത്തിന് മുകളിലായി ഇത്തരം കപ്പലുകളെ തങ്ങളുടെ തുറമുഖത്ത് ശ്രീലങ്ക പ്രവേശിപ്പിക്കാറില്ലായിരുന്നു എന്ന് നിങ്ങൾക്കറിയുമോ? ഇത്തരം വിലക്കുകളെയൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോൾ മാലദ്വീപിലേക്ക് എത്തുന്ന ഈ കപ്പലിന്റെ സാന്നിധ്യം ഇന്ത്യൻ സൈനികരും സ്ഥിരീകരിച്ചിരിക്കെ ഓഷൻ സർവേ റിപ്പോർട്ടുകളിലൂടെ ഈ കപ്പൽ ശേഖരിക്കുന്ന വിവരങ്ങൾ അന്തർവാഹിനികളുടെ വിന്യാസം ഉൾപ്പെടെ പല സിവിലിയൻ സൈനിക ആവശ്യങ്ങൾക്കുമായി ചൈന ഉപയോഗിക്കുമെന്നതാണ് ഈ കപ്പലിന്റെ വരവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ആശങ്ക. മുൻപൊരിക്കൽ അനുമതിയില്ലാതെ പ്രവേശിച്ചതിനെ തുടർന്ന് 2019 ഒരു ചൈനീസ് ഗവേഷണ കപ്പലിനെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ നിന്നും ഇന്ത്യ പുറത്താക്കിയിരുന്നു. നിലവിൽ ഇന്ത്യ ഔട്ട് ക്യാമ്പയിനുമായി അധികാരത്തിലേറ്റ ഇന്ത്യയോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്ന മുഹമ്മദ് മൊയ്സു മാലദ്വീപ് പ്രസിഡന്റ് ആയിരിക്കെ മാലദ്വീപിൽ നിലയുറപ്പിച്ചിരിക്കുന്ന 88 ഇന്ത്യൻ സൈനികരെ അവിടെ നിന്ന് പിൻവലിക്കണമെന്ന മൊയ്സു ഗവൺമെന്റിന്റെ ആവശ്യം ശക്തമായി തന്നെ നിലനിൽക്കെ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് ഈ അടുത്തുണ്ടായ മാലദ്വീപ് മന്ത്രിമാരുടെ പരാമർശം വലിയ വിവാദമായി ബോയ്കോട്ട് ക്യാമ്പയിനുകൾക്ക് വഴിവെച്ചിരിക്കെ മാലദ്വീപിലേക്കുള്ള ചൈനീസ് ഗവേഷണ കപ്പലിന്റെ യാത്ര വലിയ ചോദ്യങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്.